പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. യാത്രയുടെ ഭാഗമായി നിരവധി പൗരപ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ജാഥാ നായകനും UDF നേതാക്കന്മാരും സംവദിക്കുന്നുണ്ട്. അതിനിടയിലാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ സമഗ്രമായി നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF തങ്ങളുടെ പുതിയ ആരോഗ്യ കർമ്മ പദ്ധതിയായ വിഷൻ ഡോക്യുമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ സമഗ്ര പുരോഗതിയും വികസനവും ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. എന്താണ് ഇതിന്റെ ഉള്ളടക്കം, എന്തൊക്കെയാണ് UDF മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അതായത് ഫസ്റ്റ് ഹെൽത്ത്, ആദ്യം ആരോഗ്യം എന്ന സുപ്രധാനമായ നയമാണ് ഈ പദ്ധതിയിലൂടെ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഒരാൾക്കും ചികിത്സ നിഷേധിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനൊപ്പം സർക്കാർ സൗജന്യമായി നൽകേണ്ട എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് തടസ്സമില്ലാതെ എത്തിക്കുമെന്നാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കൂണുപോലെ സ്വകാര്യ ആശുപത്രികൾ മുളച്ചു പൊന്നുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകൾ പോലും ഇല്ലാത്ത, പാരസെറ്റമോൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പലപ്പോഴും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ചികിത്സാ പിഴവ് കേരളത്തിൽ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഹർഷിന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വയറിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയതും, തൊട്ടപ്പുറത്ത് വയറിൽ നൂല്, ഓപ്പറേഷന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന നൂല് വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയ വാർത്തയൊക്കെ നിരന്തരം പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല, രാജ്യത്തെ നമ്പർ 1 ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇടതു സർക്കാരിന്റെ സംഭാവന കൊണ്ട് മാത്രമല്ല, മാറി മാറി വന്ന കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്താൻ കാണിച്ച നിരവധിയായ പദ്ധതികളുടെയും അവരുടെ ദീർഘവീക്ഷണത്തിന്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖല കേരളത്തിന്റെ ആരോഗ്യ മേഖല മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ നിലവിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികൾക്കകത്തു പോലും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ UDF പറയുന്നു, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഷീ ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നത് പദ്ധതിയിലെ ഏറ്റവും വലിയ ഒരു ആകർഷമായ പ്രഖ്യാപനമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ രംഗത്ത് പ്രത്യേക പരിഗണന ലഭിക്കുന്നതിനും പരിചരണം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഷീ ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത്. ഷീ ടാക്സികളും ഷീ ബസ്സുകളും കേരളത്തിന് പുറത്ത് വളരെ വലിയ കയ്യടി നേടിയ ഒരു പദ്ധതിയാണ്. അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇത്തരത്തിൽ ഷീ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതേ മാതൃകയിൽ കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം ഒരു ആശുപത്രി, അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം കോഴിക്കോട് ജില്ലയിലെ കോട്ടപ്പറമ്പ് പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സ മാത്രമാണ് അവിടെ കൈകാര്യം ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്ന കോട്ടപ്പറമ്പ് ആശുപത്രി മോഡലുള്ള ആശുപത്രികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ ആശുപത്രിയിൽ കോഴിക്കോടിന്റെ നഗരഹൃദയത്തുള്ള ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായ കോട്ടപ്പറമ്പ് ജനറൽ ആശുപത്രിയിൽ അവിടെ പ്രധാനമായും പ്രസവ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ആശുപത്രികൾ കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കും എന്നാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂർണ്ണസമയ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കും. അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികൾക്ക് വേഗത്തിൽ ആശുപത്രിയിൽ എത്താനായി ഓരോ പഞ്ചായത്തിലും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും സെക്കൻഡറി തലത്തിലുള്ള ആശുപത്രികളിൽ അടിയന്തര ജീവൻ രക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കുമെന്നും ഈ വിഷനിലൂടെ വ്യക്തമാക്കുകയാണ്. അതായത് എല്ലാ പഞ്ചായത്തുകളിലും ആംബുലൻസ് സൗകര്യം ഉറപ്പുവരുത്തുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മറ്റൊരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ അടക്കം, കാസർഗോഡ് ജില്ല പോലെ വയനാടും ഇടുക്കി പോലെയുള്ള മലയോര ജില്ലകളിലും അതോടൊപ്പം തന്നെ വേണ്ടത്ര ആശുപത്രി സംവിധാനങ്ങളില്ലാത്ത ജില്ലകളിൽ ആരോഗ്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാസർഗോഡ് ജില്ലയിൽ ഒരു അത്യാഹിതമുണ്ടായാൽ ഉടൻ അവർ സമീപിക്കുന്നത് തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളെയാണ്. വയനാട് ജില്ലയിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടായാൽ അവർ ഉടൻ സമീപിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും കോഴിക്കോട് നഗരഹൃദയത്തിലുള്ള സ്വകാര്യ ആശുപത്രികളുമാണ്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിനെയും ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ആംബുലൻസ് സൗകര്യം ഉറപ്പുവരുത്തുകയാണെങ്കിൽ അത് വലിയ ഗുണകരമായും. അതോടൊപ്പം തന്നെ സെക്കൻഡറി ആശുപത്രികളിലെ താലൂക്ക് ആശുപത്രികളായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അവിടങ്ങളിലെല്ലാം പ്രത്യേക ജീവൻ രക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കും. ദേശീയപാതകളിൽ അപകടം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ഈ സെക്കൻഡറി ആശുപത്രികളിൽ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നത് വലിയ ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പ്രത്യേക ചികിത്സാ പദ്ധതികളും UDF വിഭാവനം ചെയ്യുന്നു.
ആദിവാസി മേഖലകളിൽ ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകളും തീരദേശത്തെ കോസ്റ്റൽ കെയർ യൂണിറ്റുകളും ആരംഭിക്കും. വയോജനങ്ങൾക്ക് ചികിത്സയിൽ പ്രത്യേക പരിഗണന നൽകുന്നതിനൊപ്പം സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന മരുന്നുകളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കാൻ സംവിധാനമുണ്ടാക്കും. സർക്കാർ ആശുപത്രികളിലെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം പൂർത്തീകരിക്കാൻ ഒരു പ്രത്യേക സർക്കാർ ഏജൻസിയെ തന്നെ ചുമതലപ്പെടുത്തും. അതായത് അട്ടപ്പാടി പോലെയുള്ള ആദിവാസി മേഖലകളിൽ ഗർഭസ്ഥ ശിശുക്കളുടെ മരണവും പ്രസവശേഷം അമ്മമാരുടെ മരണവും തുടർക്കഥയാകുന്ന സാഹചര്യമുണ്ട്. അത് വയനാട്ടിലുമുണ്ട്. ഇത്തരം മേഖലകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഗണന ഒരുക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടാകും. ആ മരുന്നുകളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട നിരന്തരം പഴികേൽക്കുന്ന സംവിധാനമാണ് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം. അവിടെ മരുന്നുകളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കും. സർക്കാർ ആശുപത്രികളിൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി കാര്യക്ഷമമായി നടക്കാത്തത് കാരണം നിരവധിയായ സർജറികൾ മുടങ്ങുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതിന് കൃത്യമായി നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാൻ അവ പൂർണ്ണമായും ഉടച്ചു വാർക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഈ ഹെൽത്ത് സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പേഷ്യന്റ് നാവിഗേഷൻ സാങ്കേതിക വിദ്യ നടപ്പിലാക്കും. നിലവിൽ ഫലപ്രദമല്ലാത്ത വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോമിനെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നും വിഷൻ ഡോക്യുമെന്റിലൂടെ UDF ഉറപ്പ് നൽകിയാണ്. എന്തായാലും UDF ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിലേറിയാൽ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുമെന്നാണ് ഈ സർക്കാർ ഈ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. എന്തായാലും ഈ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒരിക്കലും തർക്കമില്ല. കാര്യം ഈ പദ്ധതികളെല്ലാം ജനങ്ങളെ ആകർഷിക്കും, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരം പദ്ധതികൾ. നമുക്കറിയാം, പുതുയുഗ യാത്ര, VD സതീശന്റെ പുതുയുഗ യാത്രയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് 10 വർഷമായി ആരോഗ്യ മേഖലയായിരിക്കും ഏറ്റവും കൂടുതൽ തകർന്നതെന്ന് പറയേണ്ടി വരും. കാര്യം ഡോക്ടർമാരടക്കം ഉപകരണങ്ങളില്ല. ആരോഗ്യ മേഖല പരാജയമാണെന്ന് സാധാരണക്കാരായ ജനങ്ങളല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ ഡോക്ടർമാരടക്കം പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഒന്നും ആരോഗ്യ മേഖലയില്ല, അല്ലെങ്കിൽ മരുന്നുകളില്ല, ഉപകരണങ്ങളില്ല. ഈ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ഓരോ മെഡിക്കൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ, കുട്ടിയുടെ കൈ നഷ്ടപ്പെടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഈ സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ വളരെ ആകർഷിക്കുന്ന തരത്തിലാണ്. ഒരു പഞ്ചായത്തിൽ ആംബുലൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിന്റെ ആരോഗ്യ രംഗം മാറിയാൽ നമ്മൾ നമ്പർ 1 ആണെന്ന് ചേട്ടാ വാക്കുകളിലൂടെ പറയാനേ ആകും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന അഭിപ്രായം എനിക്കില്ല. അത് നമ്മൾ വെറുതെ പറയുന്ന ഒരു വാക്ക് മാത്രമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല അത്ര കണ്ട് നമ്പർ 1 ഒന്നുമല്ല. അപ്പൊ ആരോഗ്യ മേഖല മാറ്റിയെടുത്താൽ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പൊ അതിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ക്യാൻസർ, ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റുകൾ, ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജീവിതശൈലി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടി ആകർഷകമായി, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഗുണപ്രദം എന്ന് തോന്നിയ ഒരു കാര്യം, ഒരു സ്കാനിന് 10,000 രൂപയാണ് പറയുന്നതെങ്കിൽ അത് ഗവൺമെന്റിന്റെ കീഴിലേക്ക് വരുമ്പോൾ അത് 5,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാം. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ സൗജന്യമായി നൽകാം. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ സാധാരണക്കാരല്ല, മിഡിൽ ക്ലാസ് ഫാമിലിയെ കൂടി, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഈ പറയുന്ന ആവശ്യകത കുറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ കാര്യങ്ങളെല്ലാം UDF സർക്കാർ അധികാരത്തിൽ വന്ന് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, വലിയ വികസനം തന്നെയായിരിക്കും. ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ നമ്മൾ പ്രകടന പത്രികയൊന്നും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന്റെ പ്രകടന പത്രികയൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ആദ്യം വന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ, ഇത് വെറും വാഗ്ദാനങ്ങൾ അല്ലാതാവുകയും ഇതൊക്കെ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.